ഓം നമ പ്രണവാർത്ഥായ ശുദ്ധജ്ഞാനൈകമൂർത്തയേ നിർമ്മലായ പ്രശാന്തായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം നമ പ്രണവാർത്ഥായ ശുദ്ധജ്ഞാനൈകമൂർത്തയേ നിർമ്മലായ പ്രശാന്തായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം നമ പ്രണവാർത്ഥായ ശുദ്ധജ്ഞാനൈകമൂർത്തയേ നിർമ്മലായ പ്രശാന്തായ ദക്ഷിണാമൂർത്തയേ നമഃ. എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്നൊരു കഥ കേൾക്കാം. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ സങ്കല്പത്തിനെ കുറിച്ചുള്ള ഒരു കഥയാണ്. എങ്ങനെയാണ് രാജരാജേശ്വരനായിട്ട് ശിവഭഗവാൻ അവിടെ എത്തിയത് എന്നതിന് പിറകിലെ കഥ. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം എല്ലാവർക്കും അറിയാമായിരിക്കും. കേരളത്തിലെ കണ്ണൂർ തളിപ്പറമ്പ് എന്ന സ്ഥലത്ത്, തളിപ്പറമ്പ് ടൗണിൽ നിന്ന് 1.5 കിലോമീറ്റർ മാറി ഉള്ള ക്ഷേത്രമാണ് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം. ശിവഭഗവാൻ അവിടെ രാജരാജേശ്വരനായിട്ടാണ് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു രാജാവിൻ്റെ ധർമ്മം അദ്ദേഹം അവിടെ ചെയ്യുന്നുണ്ട്. അതുപോലെ ആ സ്ഥലം ഒരു തളി ക്ഷേത്രമാണ്. കേരളത്തിലെ തളി ക്ഷേത്രങ്ങളിൽപ്പെട്ട ക്ഷേത്രമാണത്. അതുപോലെ കേരളത്തിലെ ഏത് ക്ഷേത്രത്തിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അഥവാ എന്തെങ്കിലും പരിഹാരം ചെയ്യണമെങ്കിൽ ഇവിടെ വന്ന് പ്രശ്നം വെച്ച് ആ പ്രശ്ന പരിഹാരം ഈ ക്ഷേത്രത്തിൽ ചെയ്യാറുണ്ട്. തളിപ്പറമ്പിൻ്റെ പഴയ പേര് ചെല്ലൂർ എന്നായിരുന്നു, പെരിഞ്ചെല്ലൂർ. പരശുരാമർ മഴുവെറിഞ്ഞ് ഭൂമി ഉണ്ടാക്കി അത് ദാനം ചെയ്യുന്ന സമയത്ത് ബ്രാഹ്മണ ഗ്രാമങ്ങളായി വിഭജിച്ചിട്ടുണ്ടായിരുന്നു. ആ ബ്രാഹ്മണ ഗ്രാമങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രാമമായിരുന്നു ചെല്ലൂർ, പെരിഞ്ചെല്ലൂർ. ആ പേരുള്ളത് കൊണ്ട് തന്നെ ഈ ശ്രീകോവിലിൽ ശിവഭഗവാന് പെരിഞ്ചെല്ലൂരപ്പൻ എന്ന് പറയാറുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ ശ്രീകോവിലുള്ളത് കൊണ്ട് പെരുന്തൃക്കോവിലപ്പൻ എന്നുകൂടെ പറയാറുണ്ട്. നാട്ടുകാർ പെരുന്തൃക്കോവിലപ്പൻ എന്നത് അവരുടെ ഭാഷയിൽ ബന്ദ്രക്കോലപ്പൻ എന്നാണ് പറയാറ്. കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധവും പാരമ്പര്യമുള്ളതുമായ ക്ഷേത്രമാണിത്. ഇതിൻ്റെ പ്രതിഷ്ഠാസങ്കല്പം, അതിന് പിന്നിലെ കഥ, ത്രേതായുഗത്തിന് മുമ്പ് ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് മാന്ധാതാവ് എന്നായിരുന്നു. അദ്ദേഹം മഹർഷി കൂടിയായിരുന്നു, ഋഷി കൂടിയായിരുന്നു. അദ്ദേഹം ഒരു തപസ്വിയും കൂടിയായിരുന്നു. അദ്ദേഹം ആണ് ആദ്യമായിട്ട് ഇവിടെ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നത്. അതിനുശേഷം 2 വിഗ്രഹങ്ങൾ കൂടി ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ട്. ഈ 3 വിഗ്രഹങ്ങളും പാർവതീദേവി പൂജിച്ചിരുന്ന വിഗ്രഹങ്ങളായിരുന്നു. അതായത് ഋഷിമാർ ഒരു നാൾ സൂര്യനെ കടഞ്ഞപ്പോൾ അതിൽ നിന്നുണ്ടായിരുന്ന രേണുക്കൾ കൂട്ടി ഉണ്ടാക്കിയ 3 വിഗ്രഹം ബ്രഹ്മാവിൽ നിന്ന് ശിവനിലൂടെ പാർവതീദേവിക്ക് പൂജിക്കാൻ കൊടുത്തു. ആ 3 വിഗ്രഹങ്ങളിൽ ഒന്ന് മാന്ധാതാവ് തപസ് ചെയ്തപ്പോൾ ശിവഭഗവാൻ അദ്ദേഹത്തിന് കൊടുക്കും. ആ വിഗ്രഹം എവിടെ പ്രതിഷ്ഠിക്കണം എന്ന് മാന്ധാതാവ് അന്വേഷിക്കും. ഭൂമി മുഴുവൻ കറങ്ങിയിട്ടും അദ്ദേഹത്തിന് ഒരിടം കിട്ടില്ല. അങ്ങനെ അന്വേഷിച്ച് തളികവട്ടം സ്ഥലത്ത്, അതായത് ശ്മശാനമില്ലാത്ത ഭൂമി വേണം എന്നാണ് സങ്കല്പം. ആ ശ്മശാനമില്ലാത്ത ഭൂമി അന്വേഷിച്ച് അവസാനം വന്നത് തളിപ്പറമ്പിലാണ്. തളിപ്പറമ്പിൽ ഒരു തളികവട്ടം സ്ഥലത്താണ് അദ്ദേഹം ഭൂമി കണ്ടെത്തിയത്. അവിടെ ആ വിഗ്രഹം പ്രതിഷ്ഠിക്കും. അത് താണുപോകും. അത് കഴിഞ്ഞിട്ട് മുചുകുന്ദ ചക്രവർത്തി, അദ്ദേഹം മാന്ധാതാവിൻ്റെ പുത്രനാണ്. മാന്ധാതാവിൻ്റെ പുത്രൻ മുചുകുന്ദ മഹാരാജാവ് വന്ന് ശിവനെ വീണ്ടും തപസ് ചെയ്ത് പ്രാർത്ഥിക്കും. അപ്പോൾ ശിവൻ 2ാമത്തെ വിഗ്രഹം മുചുകുന്ദനെ ഏൽപ്പിക്കും. മുചുകുന്ദൻ അത് ഇതേ സ്ഥലത്ത്, മാന്ധാതാവ് പ്രതിഷ്ഠിച്ച അതേ സ്ഥലത്ത് വിഗ്രഹം പ്രതിഷ്ഠിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? വീണ്ടും ഭൂമിയിലേക്ക് വിഗ്രഹം താണു. അങ്ങനെ കുറേ നാൾക്ക് ശേഷം സുതസോമൻ എന്ന രാജാവ് ശിവഭഗവാനെ തപസ് ചെയ്യും. തപസ്സിൽ സംപ്രീതനായി ശിവഭഗവാൻ 3ാമത്തെ വിഗ്രഹം സുതസോമനെ ഏൽപ്പിക്കും. ശതസോമൻ എന്നാണ് രാജാവ് അറിയപ്പെടുന്നത്. അതായത് സോമയാഗം 100 തവണ സോമയാഗം ചെയ്തിട്ട് ശതസോമ മഹാരാജാവായി മാറി അദ്ദേഹം
ഈ വിഗ്രഹം തളിപ്പറമ്പിൽ അതേ 2 വിഗ്രഹവും കൊണ്ട് പ്രതിഷ്ഠിച്ച അതേ സ്ഥലത്ത് വന്ന് പ്രതിഷ്ഠിക്കാൻ നോക്കും. അപ്പോൾ അഗസ്ത്യർ കൂടെ ഉണ്ടാവും. അഗസ്ത്യരുടെ മേൽനോട്ടത്തിലാണ് ഇത് പ്രതിഷ്ഠിക്കുന്നത്. മൂന്നാമത്തെ വിഗ്രഹം വെച്ചപ്പോൾ ഭൂമിയിലേക്ക് താണു പോകാൻ തുടങ്ങി. അപ്പോൾ അഗസ്ത്യർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു നെയ്യമൃത കലശം, ഒരു കുംഭം എടുത്തിട്ട് ഭഗവാന് സമർപ്പിക്കും. എന്നിട്ട് 12 തവണ അശ്വമേധ മന്ത്രം ചൊല്ലി നമസ്കാരം ചെയ്യും. അശ്വമേധ നമസ്കാരം എന്നാണ് അത് അറിയപ്പെടുന്നത്. അങ്ങനെ 12 തവണ അശ്വമേധ മന്ത്രം ചൊല്ലി നമസ്കാരം ചെയ്യും. 13ാമത്തെ തവണ ആവാൻ പോകുമ്പോഴേക്ക് വിഗ്രഹം ഉറക്കും. ആ നമസ്കാരം 12 അശ്വമേധ നമസ്കാരം എന്നാണ് പറയാം. ഈ നമസ്കാരം അവിടെ വളരെ പ്രാധാന്യമുള്ളതാണ്. അതുപോലെ ആ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നെയ്യമൃത് എന്നാണ് പറയുക. നെയ്യമൃത് ഭഗവാന് മുന്നിൽ സമർപ്പിക്കും. അതിൻ്റെ സങ്കല്പം എന്താണെന്ന് വെച്ചാൽ താണു പോവാതെ, അതായത് വിഗ്രഹം താണു പോവാതെ ഞങ്ങളെയൊക്കെ സംരക്ഷിച്ച് ഇവിടെ ഭൂമിയുള്ളിടത്തോളം കാലം, ഇത്രയും കാലം ഇരിക്കണം എന്ന സങ്കല്പത്തിലാണ് അത് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ നട തുറന്നാൽ ആദ്യം ചെയ്യുന്നത് നെയ്യമൃത് വെച്ച് പ്രാർത്ഥിക്കലാണ് പൂജാരിമാർ. അപ്പോൾ ആ സങ്കല്പത്തിലാണ് രാജരാജേശ്വരനായിട്ട് അവിടെ ഇരിക്കുന്നത്. അതുപോലെ പകൽ സമയത്ത് സ്ത്രീകൾക്കുള്ളിൽ കിടക്കാൻ പറ്റില്ല. അത്താഴ പൂജ സമയത്ത് മാത്രമേ ഭഗവാനെ കാണാൻ പറ്റുള്ളൂ. അതും പാർവതി സമേതനായിട്ടാണ് ഭഗവാനെ കാണാൻ പറ്റുക. കാരണം എന്താണെന്ന് വെച്ചാൽ രാജാവ് ദേവിയുടെ സാന്നിധ്യത്തിലാണ് സ്ത്രീ പ്രജകളുടെ പ്രശ്നങ്ങൾ കേൾക്കുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് പോയി പറഞ്ഞാലും അദ്ദേഹം കേൾക്കും. അത് പ്രശ്നം പരിഹരിച്ചു തരും, ആഗ്രഹങ്ങളുണ്ടെങ്കിൽ സാധിച്ചു തരും എന്നാണ് സങ്കല്പം. അപ്പോൾ രാത്രി അത്താഴ പൂജയ്ക്ക് ശേഷം സ്ത്രീകൾ നെയ്യമൃത് സമർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ നെയ്യമൃതിന് മുകളിൽ പട്ടവും താലിയും വച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അതായത് അത് രാജാവിന് ഒരു ഉപചാരം സമർപ്പിക്കുന്നത് പോലെയാണ് നെയ്യമൃതിന് മുകളിൽ പട്ടവും താലിയും വെച്ച് പ്രാർത്ഥിക്കുന്നത്. അതുപോലെ ചെറുകുന്ന അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലും അത്താഴ പൂജയ്ക്ക് ശേഷം വിളക്ക് കൊളുത്തിയതിനു ശേഷം ഭഗവാന്റെ സാന്നിധ്യം അവിടെ ഉണ്ടെന്നാണ്. അതാണ് ഇവിടുത്തെ സങ്കല്പം. അതുപോലെ ഈ ക്ഷേത്രമണ്ഡലം ശക്തിപീഠവും കൂടിയാണ് എന്ന് പറയാറുണ്ട്. അതായത് സതീദേവിയുടെ തലയുടെ ഭാഗം വന്ന് വീണ സ്ഥലം ആണെന്ന് പറയാറുണ്ട്. അതുകൊണ്ട് ശക്തിസ്ഥലമാണ് എന്നുകൂടെ പറയാറുണ്ട് തളിപ്പറമ്പ്. ശതസോമ ചക്രവർത്തി പ്രതിഷ്ഠ ചെയ്തതിന് ശേഷം എത്രയോ കാലം കഴിഞ്ഞ് ത്രേതായുഗത്തിൽ പരശുരാമർ ഉദ്ധരിക്കും ആ ക്ഷേത്രം. എല്ലാവരും അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമായിട്ട് മാറ്റും. അത് കഴിഞ്ഞിട്ട് അതേ ത്രേതായുഗത്തിൽ ശ്രീരാമൻ സീതാദേവിയെ ലങ്കാദഹനവും യുദ്ധമൊക്കെ കഴിഞ്ഞ് സീതാദേവിയെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ പുഷ്പക വിമാനം ഈ ക്ഷേത്രത്തിന് മുകളിൽ നിൽക്കും. അപ്പോൾ ശ്രീരാമന് കാര്യം മനസ്സിലാക്കും. ശ്രീരാമൻ ദേവിയോടുകൂടെ വന്ന് രാമൻ നമസ്കാര മണ്ഡപത്തിൽ നമസ്കാരം ചെയ്യും. അതുകൊണ്ട് ഈ ക്ഷേത്രത്തിന്റെ നമസ്കാര മണ്ഡപത്തിൽ ആരും നമസ്കാരം ചെയ്യാറില്ല. അത് അത്രയും ശ്രേഷ്ഠമായിട്ടാണ് കരുതുന്നത്. അതവിടെ രാമന്റെ ഓർമ്മയ്ക്കായിട്ട്, അതായത് പരശുരാമനാൽ ഉദ്ധരിക്കപ്പെട്ടതും രാമനാൽ നമസ്കരിക്കപ്പെട്ടതുമായിട്ടുള്ള ക്ഷേത്രമാണ്. അങ്ങനെ ഒരു സവിശേഷത കൂടിയുണ്ട് ആ ക്ഷേത്രത്തിന്. ഇതാണ് അവിടുത്തെ മനോഹരമായ ഐതിഹ്യം. ഇനിയുള്ള കഥകളായിട്ട് കാണാം. നമസ്കാരം. നെയ്യമൃതർപ്പിച്ചു തിരുമുന്നിൽ സാദരം കയ്യുകൾ കൂപ്പി നിൽക്കൂ പുരുഷാരം പെരുചൊല്ലുരപ്പാ പ്രണാമം പെരുചൊല്ലിടുമപ്പാ